ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടപ്പിൾസ്, ലിസ്റ്റ് എന്നിവ നോക്കി. ഇനി ഞാൻ ഇതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇനി ഡിക്ഷണറീസ് ആണ് നോക്കുന്നത്. സോ ഞാൻ ഫുള്ള് റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. സോ ലിസ്റ്റ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡിക്ഷണറിയാണ്. എന്താണ് ഡിക്ഷണറി? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആ ഒരു വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്ന രീതിക്കനുസരിച്ചിട്ടാണ് അത് എന്ത് ഡാറ്റ ടൈപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഡിക്ഷണറി നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അതെന്താണ്? ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കേളി ബ്രാക്കറ്റ് ഇട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതിനെ ഡിക്ഷണറി എന്ന് പറയും. സോ ഞാൻ ഇവിടെ ഇനി ഞാനിതിനെ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ എന്ത് പറഞ്ഞു? പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഇത് മനസ്സിലാക്കുക. ഈ കേളി ബ്രാക്കറ്റ് ഇവിടെ അസൈൻ ചെയ്തോട്ട് ഇതെന്ത് മനസ്സിലാക്കും? അതൊരു ഡിക്ഷണറി ആണെന്ന് മനസ്സിലാക്കും. റൺ ചെയ്തു. നമ്മൾ വേറെ എന്താണ്? ജസ്റ്റ് ഡാറ്റ ടൈപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഇവിടെ നമുക്ക് നള്ളായിട്ടുള്ള ഒരു ഡിക്ഷണറിയാണ് ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെയാണ്. ഇനി ഞാൻ ഈ ലിസ്റ്റിനെ റിമൂവ് ചെയ്യാണ് കേട്ടോ. ഈ ലിസ്റ്റിനെ ഇതിനെ പ്രിന്റ് ഞാൻ ഇതിനെ കമൻറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ എന്താണ്? ഈ ലിസ്റ്റിനെ ഇവിടെ പ്രിന്റ് ചെയ്യില്ല. ഓക്കെ, ഇനി നമ്മളെന്താണ്? ഇവിടെ ഇപ്പോൾ നമ്മളൊരു എംപ്റ്റി ഡാറ്റ ഡിക്ഷണറിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പേഴ്സൺ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിക്ഷണറി ആയിട്ട് ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ വാല്യൂസ് ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അസൈൻ ചെയ്തിട്ടില്ല. സോ ഡിക്ഷണറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ വാല്യൂസ് നമ്മൾ റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിയുടെ നെയിം, ആ എംപ്ലോയിയുടെ പ്ലേസ്, ആ എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ, ആ എംപ്ലോയിയുടെ ഏജ്. അപ്പോൾ ഈ രീതിയിൽ റിലേറ്റഡ് ഡാറ്റ ഐറ്റംസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിക്ഷണറീസ് യൂസ് ചെയ്യുക. ഡിക്ഷണറീസിൽ നമ്മൾ ഇത് സേവ് ചെയ്യുമ്പോൾ അത് കീ വാല്യൂ പെയർ ആയിട്ടാണ് യൂസ് ചെയ്യുക. കീ ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നമ്മളെന്താണ്? ഫസ്റ്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് നെയിം ആണ് അല്ലേ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ കോട്ട്സ് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയാണ്? എഫ് നെയിം എന്ന് പറഞ്ഞു, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് നെയിമിന് ഒരു വാല്യൂ ഉണ്ട് അല്ലേ. എന്തായിരിക്കണം ആ വാല്യൂ എന്ന്? അതെന്താണ്? നമ്മളൊരു കോളർ ഇട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ജോൺ എന്ന് പറഞ്ഞു. JOHN, ജോൺ എന്ന് പറഞ്ഞു. ഇനി എന്താണ്? ഇതിനെ ഞാനൊന്ന് താഴേക്ക് എൻ്റർ ചെയ്തു, ഇതിനെ താഴേക്ക് എൻ്റർ ചെയ്തു. ഇപ്പം എന്താണ്? മൾട്ടിപ്പിൾ ലൈനിൽ ഒന്നുകൂടി റീഡബിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എന്തിട്ടുള്ളത്? ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കീ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിമാണ് കൊടുത്തത്. ഇനി ആ എംപ്ലോയിയുടെ പ്ലേസ് നമുക്ക് കൊടുക്കണം. സോ ആ നെക്സ്റ്റ് കീ വാല്യൂ പെയർ, ഇത് കീ, ഇതതിൻ്റെ വാല്യൂ, ഇത് കൂടിയതാണ് എന്ത്? കീ വാല്യൂ പെയർ എന്ന് പറയുന്നത്. സോ ഒരു എംപ്ലോയിയുടെ നെക്സ്റ്റ് ഡാറ്റയായ അടുത്ത ഇൻഫർമേഷനായ പ്ലേസ് നമ്മൾ ഡിക്ഷണറിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു? അവിടെ പ്ലേസ് എന്ന് പറഞ്ഞു. സെയിം നമ്മളെന്താണ്? കോളൻ ഇട്ടിട്ട് ആ ഒരു പ്ലേസിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് ഞാൻ എന്ത് പറഞ്ഞു? ഇവിടെ പറഞ്ഞു കൊടുത്തു, പാലക്കാട് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പം എന്താണ്? ഈ പേഴ്സണിൻ്റെ ഫസ്റ്റ് നെയിമിലേക്ക് നമ്മൾ എന്ത് അസൈൻ ചെയ്തിട്ടുണ്ട്? ജോൺ എന്ന വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലേസിലേക്ക് എന്ത് അസൈൻ ചെയ്തിട്ടുണ്ട്? പാലക്കാട് എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മൊത്തം നമ്മൾ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്? പേഴ്സൺ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുമ്പോഴാണ് ഇതെന്താകുന്നത്? ഡിക്ഷണറി ആകുന്നത്. ഇനി നെക്സ്റ്റ് ഞാനൊരു വാല്യൂ കൂടി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ്? ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞു? ഏജ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ എന്താണ്? 24 എന്ന് പറയുന്ന വാല്യൂ പറഞ്ഞു. ഈ 24 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഏജിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഡിക്ഷണറിയിൽ എന്താണ്? നമുക്ക് ഒരു
സ്ട്രിങ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഇൻറ്റീജർ ആയിട്ടും വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ എന്താണ്, നമുക്ക് 24നെ സ്ട്രിങ് ആയിട്ട് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ അസൈൻ ചെയ്യാം. അപ്പോൾ അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ പേഴ്സണെ പ്രിന്റ് ചെയ്യാൻ ഞാൻ വേണ്ടി പോവാണ്. ഇപ്പം നമുക്ക് പേഴ്സണെ പ്രിന്റ് ചെയ്തപ്പോൾ ഇവിടെ എം ടി ഡാറ്റ അല്ലേ വന്നത്, എം ടി ഡാറ്റയാണ് വന്നത്, കാരണം നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ എന്താണ്, ആ പേഴ്സണെ പ്രിന്റ് ചെയ്തു. ഇവിടെ പറഞ്ഞത് പ്രിന്റ് പേഴ്സൺ എന്ന് പറഞ്ഞു, ഞാൻ റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, എഫ് നെയിം ജോൺ വന്നു, പ്ലേസ് പാലക്കാട് വന്നു, ഏജ് 24 വന്നു. ഇനി എനിക്ക് വേണ്ടത് ഈ പേഴ്സണിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് നെയിം മാത്രം എനിക്ക് പ്രിന്റ് ചെയ്താൽ മതി. സോ അതിന് ഞാൻ എന്താണ് ചെയ്യാം, ഈ പേഴ്സൺ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് പറയണം, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ കീ എവിടെ കൊടുക്കണം, ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ പേഴ്സണിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. ഈ പേഴ്സണിലുള്ള പർട്ടിക്കുലർ കീയുടെ ഉള്ളിൽ ഈ എഫ് നെയിം എന്ന് പറയുന്ന ഈ കീയുടെ ഉള്ളിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ്, അതിൻ്റെ കീ നെയിം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ജോൺ ഔട്ട്പുട്ട് കിട്ടണം. റൺ ചെയ്തു, യെസ്, നമുക്ക് എന്ത് കിട്ടി, ജോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി എന്താണ് എനിക്ക് വേണ്ടത്, ജോണിൻ്റെ പ്ലേസ് ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു കീ ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം ഡബിൾ കോട്ട്സിൽ ഞാൻ എന്ത് പറഞ്ഞു, അടുത്ത അതിൻ്റെ കീ നെയിം വിളിച്ച് ഇവിടെ കോൾ ചെയ്തു. ഇനി റൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ എററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എറർ, നമ്മൾ കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ്, ഈ രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെയുള്ള എററാണ് വരിക. സോ നമുക്ക് എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതിനെ ഞാൻ റിമൂവ് ചെയ്ത് എന്നിട്ട് ഇവിടെ കോമ ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും പറയണം എന്താണ്, പേഴ്സണിലുള്ള പ്ലേസ് എനിക്ക് പ്രിന്റ് ചെയ്യണം എന്ന് പറയണം. പ്രിന്റ് പറഞ്ഞിട്ട് പേഴ്സൺ എഫ് നെയിം എന്ന് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, പേഴ്സണിൻ്റെ പ്ലേസും ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എനിക്ക് പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ജോൺ പാലക്കാട് എന്ന് പറയുന്ന ആ ഒരു വേരിയബിള്, ആ ഒരു ഡാറ്റ എന്താണോ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു ഡാറ്റയെ നമുക്കിവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി ആ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എന്താണ് പറയുന്നത്, ഏജ് എന്ന് പറഞ്ഞു. സോ ഞാൻ ഏജ് എന്ന് പറയുകയാണ്. ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റൺ ചെയ്തപ്പോൾ ജോൺ 24 ഇയേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ, 24 ഇയർ ഓൾഡ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏജ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി ഞാനിപ്പോൾ ഇത് ഒരു സ്ട്രിങ്ങിൽ ഇട്ട് കൊടുത്താലും എന്താണ്, നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഈ 25 എന്നുള്ളത് മാറ്റി ഇവിടെ 24 എന്ന് മാറ്റി ഞാൻ 25 ആക്കാണ് കേട്ടോ. ഇവിടെ വന്നു. ഇപ്പോഴും നമുക്ക് എന്താണ്, ജോൺ 25 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഏജിനെ ഫെച്ച് ചെയ്തു. സോ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് നമ്മളുടെ ആവശ്യത്തിന് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അത് എങ്ങനെയാണ്, ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മളത് കൊടുക്കേണ്ടത്, ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സ്ട്രിങ്ങിൽ കൊടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഏജിനെ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ കൊടുത്തത് എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മളെ വരും വീഡിയോയിൽ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ആകണ്ട. ഒരു ഡിക്ഷണറി എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഞാനിപ്പോൾ ഇവിടെ പറയാണ്, ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ എന്ത് പറയുകയാണെന്ന് അറിയോ, ഇവിടെ ഇപ്പോൾ പ്ലേസ് ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, പ്ലേസ് ഉണ്ട്, ഏജ് ഉണ്ട്. ഞാനിവിടെ എന്താണ് ലാസ്റ്റ് നെയിമും ആണെന്ന് പറയണം, അയാളുടെ ലാസ്റ്റ് നെയിമും ആണെന്ന് പറയാണ്. ലാസ്റ്റ് നെയിമും ആണെന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും ഈ ബ്രാക്കറ്റ് ഇവിടെ അല്ല. ഇനി ഞാൻ എന്താണ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഇവിടെ തന്നത്, ലാസ്റ്റ് നെയിം എന്തില്ല, അവിടെ അല്ല. സോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വലിയൊരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. ഈ വലിയൊരു പ്രോഗ്രാമാണ് എഴുതുന്നതെങ്കിൽ ഇപ്പോൾ ഒരു വേറെ പ്രോഗ്രാമർ വന്നിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് നെയിം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇങ്ങനെ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ എററായി ബഗ്ഗായി. സോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്,
ഈ പ്രിന്റിന്റെ ഒപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ പേഴ്സൺ ഉണ്ടല്ലോ. ഈ പേഴ്സണിന്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഡോട്ട് ഗെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 ആട്രിബ്യൂട്ടാണ് വരിക. ഒന്ന് ഫസ്റ്റ് ഒരു കീ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൊടുക്കണം. അതിനുശേഷം ആ കീ വാല്യൂ ഇല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നമുക്ക് വേണ്ടത്, ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ എന്താണ് ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ലാസ്റ്റ് നെയിം ഇല്ല അല്ലേ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ആ ലാസ്റ്റ് നെയിം നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ ഇവിടെ ബഗ്ഗായിട്ട് നിന്നു. ഇത് എററാണ്, കണ്ടോ, കീ എറർ എന്ന് പറഞ്ഞിട്ട് നിന്നു. ഇനി ഞാൻ അതിനെ റൺ ചെയ്യുമ്പോൾ നമുക്കെന്താണ്, ഒരു മിനിറ്റ്, നമുക്ക് പേഴ്സൺ ഓക്കെ. ഈ ഒരു ബ്രാക്കറ്റിനെ ഞാനൊന്ന് മാറ്റിയാണേ. ഈ ഒരു ബ്രാക്കറ്റിനെ ഞാനൊന്ന് ഇവിടെ മാറ്റി കൊടുത്തു. ഇവിടെ റൗണ്ട് ബ്രാക്കറ്റ് ആക്കിയിട്ട് ഗെറ്റ് ഓക്കെ, റൗണ്ട് ബ്രാക്കറ്റ് ആക്കി. ഇനി ഞാൻ ഇതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നോട്ട് ഫൗണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതെന്തായിട്ടില്ല, ഇതുപോലെ എറർ അടിച്ചിട്ട് അവിടെ നിന്നില്ല, നമുക്ക് എന്താണ് നോട്ട് ഫൗണ്ട് എന്ന് കാണിച്ചു. ഇനി ഞാനിപ്പോൾ ഇവിടെ ഏജ് എന്ന് കൊടുക്കുകയാണ്. ഏജ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഏജ് എന്ന് കൊടുക്കുമ്പോൾ ഏജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, ആ ഏജ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഈ കീ പെയറിൽ ഉണ്ടെങ്കിൽ, ഈ കീ നെയിമായിട്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഏജിൻ്റെ ഉള്ളിൽ അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂവിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. ഇനി അത്തരത്തിലുള്ള ഒരു ഇപ്പം മൊബൈൽ അത്തരത്തിലുള്ള ഒരു ഈ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു നെയിം നമ്മളുടെ ഈ കീയുടെ നെയിമായിട്ടില്ലെങ്കിൽ, ഈ കീയിൽ ഇത്തരത്തിലുള്ള ഒരു നെയിം ഇല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ എററായിട്ട് കാണിക്കാതെ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും. ഇനി എന്താണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരൊറ്റ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് അല്ലേ, ഒരൊറ്റ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്. ഈ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ എങ്ങനെയെന്നുള്ളത് നമ്മൾ വരും വീഡിയോയിൽ നമ്മൾ പഠിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ബഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. സോ ഗൈസ്, കീപ് പ്രാക്ടീസിങ്, കീപ് ഇൻ ടച്ച്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.